ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന ഒരു വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസർ തടാകത്തിൻ്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമിയോൻ്റേതായിരുന്നു വള്ളങ്ങളിലൊന്ന്. യേശു അതിൽ കയറി. കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ അവനോട് യേശു ആവശ്യപ്പെട്ടു. അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമിയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമിയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിത്തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമിയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെയുണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സെബദീ പുത്രന്മാർ യാക്കോവും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ എപ്പോഴും കേൾക്കുന്നതും വായിക്കുന്നതുമായ ഒരു വചനഭാഗം യേശുവിൻ്റെ ആതിഥ്യ ശിഷ്യന്മാരെ കുറിച്ച് വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ വിവരിച്ചു വെച്ചിരിക്കുന്ന ഒരു വചനഭാഗമാണ്. ഇവിടെ പത്രോസിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. പത്രോസ് ഒരു സാധാരണ മനുഷ്യനാണ്. സാധാരണ പോലെ തൻ്റെ ഉപജീവനത്തിനുള്ള വക അധ്വാനിച്ച് കണ്ടെത്തുന്ന ഒരു സാധാരണ മീൻപിടുത്തക്കാരൻ. അവൻ്റെ സാധാരണമായ ജോലികളിൽ അവൻ എല്ലാ ദിവസവും ഏർപ്പെടും. ചില ദിവസങ്ങളിൽ കടലിൽ പോയി മീൻ പിടിക്കും. ചിലപ്പോൾ ഒന്നും കിട്ടില്ല, ചിലപ്പോൾ എന്തെങ്കിലും കിട്ടും. അങ്ങനെ കുടുംബം നയിക്കുന്ന ഒരു മനുഷ്യൻ. ഭാര്യയും മക്കളും അമ്മായിമ്മ വരെ പത്രോസിനുണ്ട് എന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെച്ചിരിക്കുക. ഒരു സാധാരണ വ്യക്തിയെ പത്രോസ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയുള്ള പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം സാധാരണ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്ന് അവനെ അസാധാരണ വ്യക്തിയാക്കി മാറ്റുന്ന ഒരു വിശുദ്ധ ഗ്രന്ഥ ഭാഗമാണ് നാം ഇവിടെ കാണുക. സാധാരണ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളും ഉണ്ടെങ്കിൽ യേശു അവനെ കണ്ടെത്തുന്ന ദിവസം അവൻ പതിവിലേറെ വേദനയിലാണ്. നമുക്കറിയാം, യേശു കടന്നു വരുന്ന സമയത്ത് വചനം ശ്രവിക്കാൻ ജനങ്ങൾ അവരുടെ ചുറ്റും നിൽക്കുകയാണ്. ഈശോയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഗനേസർ തടാകത്തിന് തീരത്ത് ഈശോ നിൽക്കുന്നു. ആളുകളെല്ലാം അവൻ്റെ ചുറ്റും നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് പിതാവിൻ്റെ വചനം പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ അവിടെ 2 വള്ളങ്ങൾ കിടപ്പുണ്ട്. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുമ്പോൾ അവിടുത്തെ മീൻപിടുത്തക്കാരെ വള്ളത്തിലില്ല. അവർ പുറത്തിറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ യേശു തിരഞ്ഞെടുത്തത് ശിമയോൻ്റെ വള്ളമാണ്. കാരണം എന്തായിരിക്കാം? പതിവിലേറെ ദുഃഖിതനായിരുന്നു അന്ന് ശിമയോൻ. ഒരു മീനും കിട്ടിയില്ല, ഒന്നും കിട്ടിയിട്ടില്ല. സമയം ഏറെ വൈകി. വല കഴുകി ദുഃഖവും നിരാശയും ചേർന്ന് വെച്ച ജോലിയുടെ കഷ്ടപ്പാടുകൾ മാത്രം മിച്ചം കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ. എല്ലാ ദിവസവും അധ്വാനിക്കും. ചില ജീവിതങ്ങൾ അങ്ങനെയല്ലേ? ഒത്തിരി അധ്വാനിച്ചിട്ടും ഓട്ടക്കൈ പോലെ എല്ലാം ചോർന്നു പോകും. ഒന്നും മിച്ചമില്ല. വൈകുന്നേരങ്ങളിൽ കണക്ക് കൂട്ടുമ്പോൾ മിച്ചമില്ല. കൊടുക്കാനുള്ളത് മാത്രമായി നിൽക്കുന്ന കടങ്ങളുടെയും കടബാധ്യതകളുടെയും വലിയ നൂലാമാലകൾ ജീവിതങ്ങളിൽ തിങ്ങി നിൽക്കുന്ന ഈ സമയം. അതുപോലെയാണ് പത്രോസിൻ്റെ ജീവിതത്തിൽ. ഒന്നും കൊണ്ടുപോകാനില്ല. അധ്വാനം മാത്രം മിച്ചം കിടക്കുകയാണ്. കൈകളിൽ ഒന്നുമില്ല. അങ്ങനെ നിന്ന് തൻ്റെ വല കഴുകിക്കൊണ്ടിരിക്കുന്ന ശിമയോനെ തേടി ഈശോ കടന്നു വരികയാണ്.
കർത്താവിന് വേണ്ടതൊരു കാര്യമായിരുന്നു, അവൻ്റെ വള്ളം. ഈശോ ചോദിച്ചു, വള്ളത്തിൽ കയറി ഇരുന്നോട്ടെ. വള്ളം അല്പം കൂടി അകലേക്ക് നീക്കാൻ യേശു അവനോട് ആവശ്യപ്പെട്ടപ്പോൾ അവൻ അത് ചെയ്തു കൊടുത്തു. യേശു അവൻ്റെ ഇല്ലായ്മയിലേക്ക് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ അവനത് ചെയ്തു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ശിമയോൻ പറഞ്ഞു, അതിലിരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. അത് മുഴുവൻ ശിമയോൻ കേട്ടിട്ടുണ്ടാകും. കർത്താവിൻ്റെ വചനം മുഴുവൻ ശിമയോൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ശിമയോൻ പറഞ്ഞു, സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ഒരു വചനപ്രഘോഷകന് മീനിനെക്കുറിച്ചോ കടലിൻ്റെ ആഴങ്ങളെക്കുറിച്ചോ അറിയില്ലെന്ന് സ്വാഭാവികമായി ഈ ശിമയോന് ചിന്തിക്കാം. പക്ഷെ ശിമയോൻ മറുത്തൊരു ചോദ്യവും ചോദിക്കുന്നില്ല. അവൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ നീ പറഞ്ഞ വാക്കനുസരിച്ച് ഞാൻ വലയിറക്കാം. ശിമയോൻ ഒരു ധൈര്യം യേശു കൊടുത്തു. ഒരു ധൈര്യം യേശു അവന് കൊടുത്തത് കൊണ്ടാണ് ആ കേട്ട വചനമുണ്ടല്ലോ, അത്രയും നേരം വള്ളത്തിലിരുന്ന് കേട്ട വചനം, അത് അവൻ്റെ മനസ്സിനെ എവിടെയോ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരു വചനം എന്നെയും നിങ്ങളെയും മാറ്റും. വചന ശ്രവണം എന്നെയും നിങ്ങളെയും മാറ്റും. അതുകൊണ്ടാണ് മറുത്തൊന്നും പറയാത്ത, കടലിനെ കുറിച്ച് നല്ല പരിചയമുള്ള വലിയ മീൻപിടുത്തക്കാരനായ പത്രോസ് പറഞ്ഞു വെച്ചത്, നീ പറഞ്ഞതനുസരിച്ച് വലയിറക്കാം. പ്രിയപ്പെട്ടവരെ, നിരാശയുള്ള പത്രോസിന് തൻ്റെ പടവിലേക്ക് യേശു കയറിയിരുന്നപ്പോൾ ഒന്നുകൂടി അധ്വാനിക്കാൻ ഒരാഗ്രഹം, യേശുവിനെ വെച്ചൊന്ന് അധ്വാനിക്കാൻ ഒരാഗ്രഹം. പ്രിയപ്പെട്ടവരെ, ചിലപ്പോഴൊക്കെ ഇല്ലായ്മകൾ നിൽക്കുമ്പോൾ നീ ഒന്ന് യേശുവിനെ വിളിക്കാമോ നിൻ്റെ ജീവിതത്തിലേക്ക്? നിൻ്റെ ജീവിതത്തിലൊന്ന് അധ്വാനിക്കാമോ? ചിലരൊക്കെ കട തുടങ്ങിക്കഴിഞ്ഞ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ അവർ ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോഴും പ്രാർത്ഥിക്കാൻ പോകുമ്പോഴൊക്കെ അവർ കേൾക്കും, യേശുവിനോട് ചേർന്ന് അധ്വാനിക്കാൻ. അങ്ങനെ ഒരു കുടുംബം ഒരു വലിയ ഷോപ്പ് തുടങ്ങിയിട്ട് എങ്ങും എത്താൻ നിൽക്കുകയാണ്. അപ്പോൾ ആ മനുഷ്യനോട് ഇപ്രകാരം പറയാനാ മനസ്സിൽ തോന്നിച്ചേ, എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുത്തിട്ട് വന്ന് കട തുറക്കുക, അത്ഭുതങ്ങൾ കാണും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ഷോപ്പായിരുന്നത് ഇന്നത് എക്സ്പോർട്ട് ചെയ്യുന്നൊരു ഷോപ്പിലേക്ക് സ്വർഗം ആ ഷോപ്പിനെ ഉയർത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ മനുഷ്യൻ പറയുന്നത് ഇപ്രകാരമാണ്, യേശു എന്ന് എൻ്റെ ഹൃദയത്തിൽ വിശുദ്ധ കുർബാനയിൽ വരാൻ തുടങ്ങിയോ, ഞാൻ മനഃപൂർവ്വം യേശുവിനെ തേടി കുർബാനയ്ക്ക് പോയി തുടങ്ങിയോ, അന്ന് തൊട്ട് എൻ്റെ കടയിൽ യേശു വന്നിരിക്കുക. സിസ്റ്ററെ, പ്രിയപ്പെട്ടവർ, ഒത്തിരി അനുഭവങ്ങൾ. യേശുവിനെ വെച്ച് അധ്വാനിക്കാൻ ഈ പത്രോസ് തയ്യാറാവുകയാണ്. അവൻ്റെ പടവിൽ നിന്ന് യേശു ഇറങ്ങിപ്പോയില്ല, അവൻ്റെ വള്ളത്തിൽ യേശു ഇരിപ്പുണ്ട്. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. പിന്നീട് കാണുക, വല ഇറക്കി എന്ന് മാത്രമേ നമുക്കറിയൂ. വല ഇറക്കിയപ്പോൾ തന്നെ കടലുകൾ മണിക്കൂറുകൾ വീശിയില്ല. ഒറ്റ ഇറക്കിയപ്പോൾ തന്നെ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറിപ്പോകാൻ തുടങ്ങി. ഇനി പത്രോസിൻ്റെ ഒരു പ്രത്യേകത, വല കീറിപ്പോകാൻ തുടങ്ങിയപ്പോൾ അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. എന്നാൽ ഈശോ പത്രോസിനെ കണ്ടുമുട്ടുമ്പോൾ ഈ പത്രോസിന് ഒന്നും കിട്ടിയില്ലെന്നല്ലേ പത്രോസ് പറഞ്ഞത്? അപ്പോൾ കൂടെയുള്ള മുക്കുവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാകും. ആരും ഒന്നും കൊടുത്തില്ലല്ലോ, ആരും അവനെ സഹായിച്ചില്ലല്ലോ, അവന് വേണ്ടി ആരും ഒരു മീൻ പോലും വെച്ചു കൊടുത്തില്ല. ഒന്നും കിട്ടിയില്ലെന്ന് പറയുമ്പോൾ ഒരു മീൻ പോലും അവൻ്റെ കയ്യിലില്ല, അവൻ്റെ വള്ളത്തിലില്ല ഒരു മീൻ പോലും. അപ്പോൾ മറ്റുള്ള കൂടെയുണ്ടായിരുന്ന ആരും അവനെ സഹായിച്ചിട്ടില്ല, ആരും അവൻ ഒന്നും കൊടുത്തിട്ടില്ല. എന്നാൽ യേശു അവൻ്റെ വള്ളത്തിലേക്ക് കയറിയപ്പോൾ അവൻ്റെ വല നിറഞ്ഞത് മാത്രമല്ല, അവന് മറ്റൊരു ഭാവമുണ്ടാവുകയാണ്. തനിക്ക് എന്ത് കിട്ടിയോ അത് പങ്കുവെക്കാൻ തയ്യാറാകുന്ന ഒരു പത്രോസ്. അവൻ ആംഗ്യം കാണിച്ച് സഹായത്തിന് കൂട്ടുകാരെ വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു വെച്ചുവെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ജീവിതത്തിലേക്ക് വരുമ്പോൾ നിനക്കാരും അന്യരല്ല, നിനക്കാരും ശത്രുക്കളല്ല, നിനക്കാരും അകലെയല്ല. അവരൊക്കെ നിന്റെ ഹൃദയത്തോട് ചേരാൻ തുടങ്ങും. ഹൃദയവേദികൾക്കപ്പുറത്ത് ആരും ഉണ്ടാവരുത്. എൻ്റെ ഹൃദയത്തിനുള്ളിൽ എല്ലാവരെയും നിർത്തണം. കാരണം യേശു അതിനു വേണ്ടിയാ വന്നേ. എല്ലാവരെയും രക്ഷിക്കാൻ കടന്നു വന്ന യേശുവിന് ആരെയും അകറ്റിക്കളയാൻ അറിയില്ല, എറിഞ്ഞു കളയാൻ അറിയില്ല. എൻ്റെ ജീവിതം
എനിക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ പരാജയമെന്ന് തോന്നാതിരിക്കാൻ യേശു എൻ്റെ ഒപ്പം നിൽക്കും. പ്രിയപ്പെട്ടവരെ, പരാജയപ്പെട്ടുവെന്ന് ആദ്യം പത്രോസ് ചിന്തിച്ചേ. പക്ഷേ അവൻ പരാജയപ്പെടുകയല്ല, അവന് കർത്താവ് കൊടുത്തു വലിയൊരു അനുഗ്രഹം കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം അവൻ കണ്ടു. കർത്താവ് എന്നെയും നിങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കാൻ തുടങ്ങിയാൽ ആ കരം കർത്താവ് പിൻവലിക്കില്ല. ആ കരം പിൻവലിക്കാൻ കർത്താവിനൊട്ട് അറിയത്തുമില്ല. ഒരു വ്യക്തി ഈശോ എടുത്താൽ, അവൻ്റെ കൂടെ ഈശോ നിന്നാൽ പിന്നെ ഈശോ മാറിപ്പോവില്ല. കഴിഞ്ഞ ദിവസം ഒരു ധ്യാനകേന്ദ്രം ചെന്നപ്പോൾ ചായയും കാപ്പിയൊക്കെ തരാൻ ഒരു ചേച്ചി ഓടി വന്നു. ആ ചേച്ചി അവനോട് പറഞ്ഞു, സിസ്റ്ററെ, എനിക്ക് ഒത്തിരി സങ്കടമുണ്ട്. ഞാൻ ഈ ധ്യാനകേന്ദ്രത്തിന് വേണ്ടി ഇന്നലെ വൈകുന്നേരം 6:30 വരെ ഇവിടെ ഇരുന്ന് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. 6:30 വരെ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ സഹായിച്ചു. പക്ഷെ എനിക്ക് എപ്പോഴും കുത്തുവാക്ക് കിട്ടും. അതിലെന്നെ ഇവർ വിളിക്കുന്ന ഒരു വാക്ക് മനുഷ്യരെ പിടിക്കുന്ന ചേച്ചി എന്ന. അത് ശരിയാണോ സിസ്റ്ററെ എന്ന് എന്നോട് ചോദിച്ചു. സത്യത്തിൽ ഞാൻ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. ഒരു കുടുംബജീവൻ നയിക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സ്ത്രീ ഈ ധ്യാന കേന്ദ്രത്തിലേക്കും വചനം കേൾക്കാനും ഒത്തിരി വിജാതീയ മക്കൾ വന്നിരിക്കുക. ഈ ചേച്ചി ആ ദേശത്ത് മൊത്തം പോയി ആളുകളെ കൂട്ടിക്കൊണ്ടുവരും വചനം കേൾക്കാൻ. അപ്പോൾ ചേച്ചി എന്നോട് പറയുകയാണ്, എൻ്റെ ജീവിതം മനുഷ്യരെ പിടിക്കുന്നതാണെന്നാ എല്ലാവരും പറഞ്ഞ് എന്നെ കുത്തിക്കൊണ്ടിരിക്കുന്നേ, എനിക്ക് അതുകൊണ്ട് സങ്കടമുണ്ട് എന്ന്. പക്ഷേ ഇവിടെ ഈശോ പറഞ്ഞു പത്രോസിനോട്, ഇപ്പോൾ മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവരാകും. സാധാരണ ജീവിതത്തിൽ നിന്ന് മറ്റൊരു തലം അവൻ ഈശോ വെച്ചു കൊടുത്തില്ലേ. ഞാൻ ചേച്ചിയോട് ഈ വചനം പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി ചെയ്യുന്നതാണ് സ്വർഗത്തിന് ഏറ്റവും വിലപ്പെട്ടത്. അതുകൊണ്ട് കുത്തുവാക്കുകൾക്കിടയിൽ ചേച്ചി പതറിപ്പോകരുത്. ഇനിയും കൊണ്ടുവരണം. ഈശോയ്ക്ക് വേണ്ടി ഇനിയും ആളുകളെ കൊണ്ടുവരണം. ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളുമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എത്ര പേര് നമ്മുടെ കൂടെ യേശുവിനെ തേടി വരുന്നുണ്ട്? എത്ര പേര് യേശുവിനെ തേടി വരുന്നുണ്ട്? ഇന്ന് കുടുംബത്തിൽ നിന്ന് പോലും പലരും യേശുവിനെ തള്ളിപ്പറഞ്ഞ് അകന്നു പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ പത്രോസ് തൻ്റെ കൂടെ യേശു ഉണ്ടെന്നറിഞ്ഞു. ഉടനെ അവൻ അടുത്തുള്ളവരെല്ലാം കൂട്ടി വിളിച്ച് അവർക്കെല്ലാം വേണ്ടത് കൊടുത്തു. തീർച്ചയായും അടുത്ത വെള്ളത്തിൽ വന്ന് ഒരു ചോദിക്കില്ലേ, നിനക്ക് എങ്ങനെ ഈ മീൻ കിട്ടിയെന്ന്? അവനും പറഞ്ഞിട്ടുണ്ടാകും, യേശു തനിക്ക് തന്ന അനുഗ്രഹമാണ് എന്ന്. ശിമയോൻ പത്രോസ് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചപ്പോൾ ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിൻ്റെ കാൽക്കലേക്ക് വീണു. അടുത്തത് ശിമയോൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. യേശുവിൻ്റെ കാൽക്കലേക്ക് ശിമയോൻ വീഴാൻ കാരണം, ശിമയോൻ മീനിലേക്ക് നോക്കിയില്ല. ശിമയോൻ കിട്ടിയ അനുഗ്രഹത്തിലേക്കല്ല നോക്കിയേ, അനുഗ്രഹദാതാവിനെ നോക്കി. ഇന്ന് നമുക്ക് പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. അനുഗ്രഹത്തിലേക്ക് നോക്കാൻ തുടങ്ങും, അനുഗ്രഹദാതാവിനെ തള്ളി പറയാൻ തുടങ്ങും. അനുഗ്രഹദാതാവിനെ നോക്കിയാൽ, അവൻ്റെ കാലെ കെട്ടിപ്പിടിച്ചാൽ ഇനി വരാൻ പോകുന്ന മൊത്തം അനുഗ്രഹമാണ്. ഒറ്റ അനുഗ്രഹമല്ല, ഇനി മുഴുവൻ അനുഗ്രഹമാണ്. ആ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ അവൻ പറഞ്ഞു, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. ഇവിടെ മറ്റ് 2 കാര്യങ്ങൾ കൂടി പറയും. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് പറയും, ഇവിടെ പത്രോസിന് ഒരു വിസ്മയം ഉണ്ടായി എന്നാണ് ഫ്രാൻസിസ് പിതാവ് പറയുക. പത്രോസിൻ്റെ വിസ്മയം പാപിയാണെന്ന അവബോധമാണ് അവന് കൊടുത്ത ഒരു അനുഭവം. അതായത് ഇത്രയും ഒത്തിരി മീനുകളെ കിട്ടി, ഇന്ന് വരെ കിട്ടാത്തത്ര മീൻ കിട്ടിയപ്പോൾ ഒരു വിസ്മയമുണ്ടായി, അവന് ഒരു അത്ഭുതമുണ്ടായി. ആ വിസ്മയം അവൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പിലേക്ക് ചേർത്ത് നിർത്തി അവനെ അനുതാപത്തിലേക്ക് നയിച്ചു. എന്നാൽ നോക്കി നിന്ന വേറെ ഉള്ളവർക്ക് അത് ചുമ്മാ ഒരു കാഴ്ചയായി മാറി. വിസ്മയം അവനെ ചലിപ്പിച്ചില്ല, മറ്റുള്ളവരെ വിസ്മയം ചലിപ്പിച്ചില്ല. ഈ പത്രോസിനെ അവൻ്റെ ജീവിതത്തിൽ സ്വർഗം കൊടുത്ത അനുഗ്രഹം അവനെ അനുതാപത്തിലേക്ക് നയിച്ചു, യേശുവിൻ്റെ കൂടെ ജീവിക്കാൻ പ്രേരിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഒത്തിരി അത്ഭുതങ്ങൾ നമ്മളിന്ന് കേൾക്കുന്നില്ലേ? എത്രയോ അത്ഭുതങ്ങൾ, മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത, ബുദ്ധിക്ക് അതീതമായ വലിയ വലിയ അടയാളങ്ങൾ സ്വർഗം ചെയ്തു തരും. സ്വർഗം അതൊക്കെ ചെയ്യുമ്പോഴും ഈ അത്ഭുതങ്ങളിലേക്ക് നോക്കാതെ അനുഗ്രഹദാതാവിനെ ഒന്ന് നോക്കി കെട്ടിപ്പിടിക്കാൻ പറ്റിയാൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സ്വർഗം വലിയ കൃപകൾ ചൊരിയാൻ തുടങ്ങും. വീണ്ടും വചനം പറയുകയാണ്, എന്തെന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിൻ്റെ പെരുപ്പത്തെ പറ്റി ശിമയോനും കൂടെയുണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവൻ്റെ പങ്കുകാരായ സെബദീ പുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച്
അവർ അവനെ അനുഗമിച്ചു. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ പറയും, എൻ്റെ പിമ്പിലുള്ളവയെ വിസ്മരിച്ച് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ മുന്നേറുന്നു. യേശുവിനെ ഒരിക്കൽ കണ്ടുമുട്ടിയാൽ ആ യേശുവിനെ പിരിയാൻ നമുക്ക് പറ്റില്ല. യേശുവിനെ പൂർണ്ണമായി ഒന്ന് കണ്ടുമുട്ടിയാൽ, അവൻ്റെ കൂടെ അല്പനേരം സഹവസിച്ചാൽ അവനെ പിരിഞ്ഞിരിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റില്ല. പത്രോസ്ലീഹയുടെ ജീവിതം അതാണ് നമ്മളെ പഠിപ്പിക്കുക. പിന്നീട് പത്രോസിൻ്റെ ജീവിതം മൊത്തം നമുക്ക് കാണാൻ പറ്റും. സാധാരണ മനുഷ്യൻ ചെയ്യുന്ന വൻ കാര്യങ്ങളുണ്ട്. കർത്താവിന് വേണ്ടി തല കീഴായി കുരിശിൽ മരിക്കാൻ വീരോടെ നിന്നുകൊടുത്ത ഒരു പത്രോസിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു തവണ യേശുവിന് ജീവിതത്തിൻ്റെ വള്ളത്തിലേക്ക് കയറാൻ ഒരവസരം നീ കൊടുക്കാമോ? ഒറ്റത്തവണ കൊടുക്ക്. നിന്റെ മുമ്പിൽ ഈശോ നിൽക്കും. വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കും 3-ാം അധ്യായത്തിൽ, ഇതാ ഞാൻ ഹൃദയവാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ കൂടെ അകത്ത് പ്രവേശിക്കും, അവനോട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, വിരുന്ന് ആസ്വദിക്കും. യേശു കൂടെയുണ്ടോ? നിനക്ക് വിരുന്നിൻ്റെ ദിനങ്ങളാ. യേശു കൂടെയുണ്ടോ? നിനക്ക് അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളാ. നിന്റെ ജീവിതത്തിൽ ഒന്നും അസാധ്യമായിരിക്കില്ല, എല്ലാം സാധ്യമായിരിക്കും. കർത്താവ് കൂടെയുണ്ടെങ്കിൽ അസാധ്യങ്ങൾ ഒന്നുമില്ല. ഈ കർത്താവ് പലതവണ എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വന്ന് മുട്ടി വിളിക്കുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ വന്ന് ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും പ്രവേശിക്കാൻ അവസരം ചോദിക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ജീവിതം വെച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെ യേശുവിന് വേണ്ടി ജീവിതം വെച്ചു കൊടുത്താൽ അനുഗ്രഹങ്ങളുണ്ട്. കുറേയധികം പ്രിയപ്പെട്ട യുവജനങ്ങളുണ്ട് എനിക്ക്. എവിടെയും പോകുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ടു പോകും. സാധിക്കുന്നിടത്തൊക്കെ അവരെ കൂട്ടിക്കൊണ്ടു പോകും. ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 22, 25, 27 വയസ്സുള്ള യുവാക്കൾ, ജോലിക്ക് വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്ന മക്കൾ, ഒരിടവകയിലെ 10 പേരാ. അവർ ദിവികാരൻ്റെ സന്നിധിയിൽ വന്ന് മുട്ടുകുത്തി നിൽക്കും. അവിടെ മുട്ടുകുത്തി മുഴുവൻ സമയം ഞാൻ വചനം പറയുമ്പോൾ അവിടെ നിന്ന് ഈ മക്കൾ മുട്ടുകുത്തി പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു 2-3 സ്ഥലത്ത് ഇവർ ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഏതൊക്കെ പള്ളി ധ്യാനത്തിന് പോയോ അവിടുത്തെ യുവജനങ്ങൾ ഇവരുടെ കൂടെ കൂടാൻ തുടങ്ങി. അപ്പോൾ പിന്നീട് ഞാൻ കാണുന്ന കാര്യങ്ങളാണ്. ഈ മക്കൾ മെസ്സേജ് അയക്കും, സിസ്റ്ററെ ഒമാനിൽ ജോലി കിട്ടി, സിസ്റ്ററെ ആ ഇൻ്റർവ്യൂ പാസ്സായി, സിസ്റ്ററെ ആ കല്യാണം നടക്കുകയാണ്, സിസ്റ്ററെ എനിക്ക് ന്യൂസിലൻഡ് സ്റ്റഡി വിസയ്ക്ക് കിട്ടി, സിസ്റ്ററെ. ഇങ്ങനെയുള്ള മെസ്സേജുകളെല്ലാം വരുമ്പോൾ എന്നെ ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. ജീവിതം യേശുവിന് മുമ്പിൽ അർപ്പിച്ചു കൊടുത്തോ, പിന്നീട് ബാക്കി യേശു നോക്കിക്കോളും. ബാക്കി യേശു നോക്കും. ഇന്ന് യുവജനങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ആ യുവാക്കൾ തന്നെ ഒത്തിരി പേരെ യേശുവിൻ്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതൊക്കെ കാണുമ്പോൾ ഈ പത്രോസ് ചെയ്തത് അത് തന്നെയല്ലേ? പത്രോസിൻ്റെ ജീവിതത്തിൽ യേശു കടന്നു വന്നു. ഒറ്റ നിമിഷം യേശു കടന്നു വന്നു. പിന്നെ അവൻ യേശുവിനെ വിട്ടിട്ടില്ല. യേശുവിൻ്റെ ഒപ്പമുള്ള യാത്രയാ. എല്ലാം ഉപേക്ഷിച്ച് അവൻ ഒന്നിനും കുറവുണ്ടായിട്ടില്ല. അവൻ്റെ വഴികളിലെല്ലാം യേശു ഒപ്പം നിന്നു. എപ്പോഴൊക്കെ പിന്തിരിഞ്ഞു പോകണമെന്ന് തോന്നിയോ അപ്പോഴൊക്കെ മുമ്പിൽ വന്നു നിന്ന് യേശു അവനെ സഹായിച്ചു. അവനെ വഴി നടത്തി. അവൻ തള്ളിപ്പറഞ്ഞു പോയ നിമിഷങ്ങളിൽ അവൻ അനുദപിച്ച് കരയാൻ കർത്താവ് അവസരം ഒരുക്കി. കാരണം തള്ളിക്കളയാൻ കർത്താവിന് പറ്റില്ല. കർത്താവിൻ്റെ ജീവിതത്തിൽ സ്വകാര്യ നിമിഷങ്ങൾ ഗത്സമനയിലും താബോർ മലയിലേക്കും യേശു അവനെ കൂട്ടിക്കൊണ്ടുപോയി. പത്രോസിൻ്റെ ജീവിതം ഇത്രമാത്രം മാറി മറിയണമെങ്കിൽ ഒരു മിക്കുവൻ ഒരു രാത്രിയിൽ ഒറ്റപ്പെട്ട് സങ്കടപ്പെട്ട് കൈകളിൽ ഒന്നുമില്ലാതെ കരഞ്ഞ് നെടുവീർപ്പെടുമ്പോൾ അവൻ്റെ വള്ളത്തിലേക്ക് ഇരിക്കാൻ യേശുവിനൊരു അവസരം കൊടുത്തത് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ജീവിതത്തിൽ സങ്കടത്തോടെ ജീവിക്കുന്നുണ്ടെങ്കിൽ, മുന്നോട്ടൊന്നുമില്ലെന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അവർ പ്രാർത്ഥിച്ചോട്ടെ, യേശുവിനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചോട്ടെ, യേശു പറയുന്ന അനുസരിക്കാൻ തയ്യാറായിക്കോട്ടെ. അവരുടെ ജീവിതം യേശു അനുഗ്രഹിക്കും. അതിനുള്ള കൃപ ഈശോയോട് ചോദിച്ച് നമുക്ക് മേടിക്കാം. ഈശോയുടെ സന്നിധിയിൽ ഈ വചനം നമ്മൾ വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കാം. ഈശോയെ, എൻ്റെ കൂടെ പിരിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരണേ, എന്നെ നീ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. പത്രോസിനെ പോലെ അസാധാരണ കാര്യങ്ങൾ കാണാൻ സ്വർഗം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ മക്കളെ. സ്വർഗം നമ്മുടെ ജീവിതത്തെ തുറക്കട്ടെ. അത്ഭുതങ്ങൾ മാത്രമല്ലാതെ അനുതാപവും അനുഗ്രഹവും കൂടി സ്വന്തമാക്കാൻ, വിശുദ്ധി സ്വന്തമാക്കാൻ ഈശോ സഹായിക്കട്ടെ. കുരിശിലേക്ക് ഈശോടൊപ്പം യാത്ര ചെയ്യാൻ കൃപ നമുക്ക് ലഭിക്കട്ടെ. കൈകൾ കുട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഞാനും ഇതാ ജീവിതത്തിൻ്റെ നൗകകൾ മുമ്പിൽ നിൽക്കുകയാണ് കർത്താവെ. എൻ്റെ കയ്യിലൊന്നുമില്ല, എൻ്റെ കരം ശൂന്യമാണ് കർത്താവെ. അധ്വാനിച്ചതൊക്കെ തീർന്നു പോയി. ഒന്നുമില്ലാതെ നിൽക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക്
നീ കടന്നു വരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പത്രോസിനെ പോലെ എൻ്റെ ഇല്ലായ്മയിൽ, ഈ രാത്രിയിൽ, ഈ പകലിൽ, ഈ പ്രാർത്ഥനയിൽ നീ സന്ദർശിക്കുമെന്ന് വിശ്വസിച്ച് വിശ്വാസത്തോടെ ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നീ കടന്നു വന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, എല്ലാം നിനക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. നീ കണ്ടറിഞ്ഞ് എന്നെ തേടി വന്ന് ഒപ്പം ഇരിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നിന്റെ മുമ്പിൽ എൻ്റെ ജീവിതം ഞാൻ അർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ.